ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പതിവില്ലാതെ വീട്ടില് ബീഫ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇന്ന് എങ്ങനെയാ സിമ്പിൾ ആയിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കാന്ന് നോക്കാം. ഞാനല്ല കുക്ക് ചെയ്യുന്നത്, ചേച്ചിയാണ്. ഇപ്പൊ ഈ മിക്സിയിലിട്ട് അടിക്കുന്നത് ബീഫിലിടാനുള്ള ഒരു കുഞ്ഞു മസാലക്കൂട്ടാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫിനെ കുക്കറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ച് വെച്ചേക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുകയാണേ. ഇനി കറിവേപ്പില ഇടുന്നു. അതിനുശേഷം ഈ പൊടിച്ചു വെച്ചേക്കുന്ന ആ ഒരു മസാലയില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല വറ്റൽമുളകും കുരുമുളകും ഗ്രാമ്പൂവും പട്ടയും പെരുംജീരകവും ഒക്കെ ഇട്ടിട്ട് പൊടിച്ചെടുത്തതാണേ. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ അളവ് ഇപ്പൊ നമ്മൾ വാങ്ങിയേക്കുന്ന ബീഫിന്റെ ആ ഒരു അളവിനനുസരിച്ചാണ് ഇതെല്ലാം ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. ഇനി മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവനെ നമുക്കങ്ങ് അടുപ്പത്ത് വെക്കാം. ഒരു 6-7 വിസിലൊക്കെ ആവുമ്പോഴത്തേക്ക് ബീഫ് റെഡി ആവും. ഇനി അടുത്ത് ബീഫിന്റെ ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് അതിൽ പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ബാക്കി സവാളയും കൂടി ഇട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ടു വരുമ്പോഴത്തേക്കും ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് വഴട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടെ 1 സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുക്കിംഗ് തകർക്കുമ്പോ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്ത ആ ബീഫ് ഉരുളിയിലേക്ക് മാറ്റുന്നുണ്ട്. കുക്കർ തുറന്നപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ബീഫിന്റെ മണം നല്ല മണമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് കഴിക്കാൻ കിട്ടിയാൽ കൊള്ളാന്നുള്ള സിറ്റുവേഷനായി. ഇനി ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡിയായി. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇതും കൂട്ടിയാണ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.